ചാലിച്ച കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന, ചിരി വിരുന്ന് ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്റ്റാൻഡപ്പ് കോമഡിയുടെ സാധ്യതകൾ ആസ്പയറിംഗ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിലേക്ക് എത്തിക്കുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറെ സ്നേഹത്തോടെ ഞാൻ നമ്മുടെ രമേശ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. വെൽക്കം രമേശ് ചേട്ടാ. ഒരുപാട് പുതിയ പ്രതിഭകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ് വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് തമാശ കഥകളുടെ ഹാസ്യമുള്ള അനുഭവങ്ങളുടെ ഉറവ വറ്റാത്ത ശേഖരം കയ്യിലുള്ള ഒരു മികച്ച കലാകാരനാണ്. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാജു നവോദയ. സാജു വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും. സാജു ഇപ്പൊ നമ്മുടെ ഞാൻ ഇവിടെ വിളിക്കുമ്പോൾ ഔപചാരികതയുടെ പേര് നമ്മൾ അതിഥിയായിട്ടൊക്കെ വിളിക്കുമെങ്കിലും സാജു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അതിഥിയല്ല. സാജു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ സീസണിൽ വന്നു, ഈ സീസണിൽ ഇതിനു മുമ്പ് വന്നിരുന്നു, ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു അനുഭവം സാജുവിന്? എനിക്ക് വേറെ ഏത് ഷോയ്ക്ക് പോയിരുന്നാലും കിട്ടാത്തൊരു എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കാരണം ഇവരായിട്ട് പെട്ടെന്ന് വരുന്ന പെർഫോം ചെയ്യണവരും നമ്മളുമായിട്ട് പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ് ആവണം, അവരോട് സംസാരിക്കുന്നത് വേറൊരു ലെവല. അപ്പം സാജു, നമുക്കിനി സംസാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് സമയം കളയാതെ പുതിയ പ്രതിഭകൾക്ക് വേണ്ടി നമുക്ക് ഒരല്പം അങ്ങോട്ട് മാറിയിരിക്കാം. വരൂ. Once Upon a Time version 2.0 എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അനീഷ് കാട്ടുകട ഫ്രം ആലപ്പി. സ്വാഗതം. താങ്ക് യു. അനീഷ് കാട്ടുകട, ആലപ്പിയാണ് സ്വദേശം. ഓക്കെ, അപ്പോ നമുക്ക് അനീഷിന്റെ പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ അനീഷ്. കഴിഞ്ഞ വർഷം ഗൾഫിൽ ദുബായിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടം ഗസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ വർഷമാണ് രമേശ് പിഷാരയുടെ ഒരു ഷോ പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുള്ള 10 വർഷം ഉണ്ടായിരുന്നു. ചേട്ടാ, ദുബായിയുടെ നഷ്ടമല്ല, ദുബായിയുടെ നേട്ടമാണ് ചേട്ടാ. അതെ, അത് നേട്ടം. പക്ഷെ ഏറ്റവും വലിയ നഷ്ടം, അതായത് കഴിഞ്ഞ വർഷം ദുബായിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം, എനിക്ക് ദുബായിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഗൾഫിൽ പോകാനിരുന്നാണ്, സംഭവം മിസ്സായി, പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാഞ്ഞതിനുണ്ടായ കാരണമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ചേട്ടാ, അതെന്ന് വെച്ചാ സായിച്ചേട്ടൻ എന്നെ അറിയില്ല. ചേട്ടൻ എന്നെ അറിയോ? അത്രക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രഷ് ഒരു ഫ്രഷ് പീസ് കിട്ടിയില്ല ഇവിടെ. അതാണ് ദുബായിക്ക് കിട്ടാഞ്ഞ ഒരു സാധനം ഇവിടെ കിട്ടി. ഫ്രഷ് അല്ലേ? ഫ്രഷാണ് ചേട്ടാ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ചേട്ടാ, പ്രണയം കൊണ്ട് ഗൾഫിലേക്ക് പോകാൻ പറ്റിയ ഒരുത്തനാണ് ഞാൻ. പ്രണയം എന്ന് വെച്ചാൽ എല്ലാവരും ചാടിക്കടി പ്രണയിക്കണ്ട. പ്രണയിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ പോകാൻ ഇപ്പൊ ഇവരുടെയൊക്കെ ചിരിയിൽ നമുക്ക് മനസ്സിലാവും. പ്രണയിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റൊന്നുമില്ല. പക്ഷെ എന്റെ നാട്ടില് എന്നോട് കുറച്ചു പേര് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, 36 വയസ്സും 2 കുട്ടികളും 1 കെട്ടിയോളം നീ ഇനി +2 പഠിക്കുന്ന പെൺപിള്ളേരെ പ്രണയിച്ചാ നിന്നെ അടിച്ച് കൊല്ലൂന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ പോണ നാട്ടിൽ നിൽക്കണ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനൊരു തീരുമാനം എടുത്ത് എന്നെ ഗൾഫിൽ വിടുക, എങ്ങനെയെങ്കിലും ഒരു വിസ ഉണ്ടാക്കുക. വിസയെന്ന് എഴുതാൻ പോലും അറിയാൻ പാടില്ലാത്ത അച്ഛൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഓട്ടമായി മകൻ്റെ ജീവൻ രക്ഷിക്കാൻ. ഗൾഫിൽ പോകാനുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോഴും അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പോകില്ല, എനിക്ക് നമ്മുടെ നാട്, വീട്, റേഷൻ കട, മണ്ണെണ്ണ, അതിനപ്പുറം ലൈഫില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, എനിക്ക് നാട്ടുകാരോട്ട് മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരോട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യം. അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഞാനൊരു ബിസിനസ് കണ്ടെത്തി, മീൻ കച്ചവടം. രാവിലെ മീൻ വിൽക്കുക, ഇവരുമായിട്ടൊക്കെ ഒന്ന് സംഗമിക്കുക, വർത്താനം പറയുക, ഫ്രഷ്, നാട്, വീട്, മീൻകാർ, അങ്ങനെ. ചേട്ടാ, മീൻ കച്ചവടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ മീൻ കച്ചവടം തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നിന്നോട് സ്ഥിരമായിട്ട് മീൻ വാങ്ങാം, പക്ഷെ നിനക്കൊരു ടോൺ വേണം. കാര്യം എല്ലാവർക്കും സ്ഥിരം കച്ചവടക്കാരുണ്ട്. ഈ സ്ഥിരം കച്ചവടക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഹോണുണ്ട്, കൂവലുണ്ട്, അങ്ങനെ ഭയങ്കര സംഭവങ്ങളുണ്ട്. അപ്പോൾ നിനക്കൊരു ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നീ ഒരു പണി ചെയ്യുക, നമുക്ക് റിട്ടയർഡ് മീൻകാരുണ്ട് നമ്മുടെ അവിടെ, കുഞ്ഞപ്പൻ ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ കൂവിലൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. കുഞ്ഞപ്പൻ ചേട്ടൻ്റെ കൂവെന്ന് പറഞ്ഞാൽ ചേട്ടാ എല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ പോയി ആ സാധനമൊന്നുമല്ല. കുഞ്ഞപ്പൻ ചേട്ടൻ കൂവുമ്പോൾ ഇങ്ങനെ ഈ സാധനം റിട്ടേൺ വരും. കുഞ്ഞപ്പൻ്റെ ഡബിളാണ്. ബുൾസേ പറഞ്ഞ ഓംലേറ്റ് പറഞ്ഞ കൂട്ടോ, കുഞ്ഞപ്പൻ്റെ കൂ ഡബിൾ. ഇതെല്ലാവരും ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ എന്തായാലും കുഞ്ഞപ്പൻ ചേട്ടാ റിട്ടയർഡായി. ഞാൻ ഈ സാധനം എടുക്കാൻ വേണ്ടി കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ഈ സംഭവത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചു. ഞാൻ പറയാം, കുഞ്ഞപ്പൻ ചേട്ടാ ഈ ടെക്നിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരൂ.
കുഞ്ഞപ്പൻ ചേട്ടൻ പറഞ്ഞ് ടെക്നിക്കലടാ, അങ്ങോട്ട് കൂവുന്നത് ഞാനാണ്, ഇങ്ങോട്ട് എടുക്കുന്നത് ആസ്മയാണ്. വലിവിന്റെ ക്ഷീണം കൊണ്ട് ഈ മനുഷ്യൻ കിടന്ന് പെടാപ്പാടേട്ടാ. ഇതിങ്ങനെ കിടന്നിട്ട് പൂയി അതിന്റെ ചേച്ചിമാര് പറയണം പക്ക ടോണാണ് കുഞ്ഞപ്പൻ ചേട്ടനെന്ന്. അരി മേടിക്കാൻ വേണ്ടി വലിവുള്ള മനുഷ്യൻ. മീൻ കച്ചവടത്തിലൊരു സംഭവം, ഈ കുറച്ച് പേരുണ്ട് ഈ സ്ഥിരംകാരോടെ മേടിക്കുകയുള്ളൂ. നമ്മളല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് കുറച്ച് അമ്മച്ചിമാരുണ്ട്, മീനെന്നാ, അപ്പൊ നമ്മൾ അതേപോലെ മത്തി പൊക്കോ, വേണ്ട, സ്ഥിരംകാരോട് ഈ സാധനം മേടിക്കുള്ളൂ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ്. അപ്പം ഇത് കുറേ ദിവസം ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റ് ഈ സാധനത്തിന്. അപ്പം ഞാൻ ഒരു ദിവസം നൈസായിട്ട് നിർത്തിയിട്ട് ഈ മത്തി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ഇതുപോലെ തന്നെ പതിവ് പോലെ ഓടി വന്ന് മീനെന്നാ, ഞാൻ പറഞ്ഞു മത്തി, അയില, കാരി, ചൂര, സിലോപ്പി, ചെമ്പല്ലി മീൻ, കുറെ ഒരു 10-70 മീനിന്റെ പേര് പറഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തി. അപ്പം തന്നെ ചേച്ചി വേറൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു ഒരു പണി, തിമിംഗലത്തിന്റെ കുഞ്ഞുണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. സാധിച്ചിട്ട് ഞാൻ ഓർത്ത് ഇവർ ഇത്രയും മീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു വലിയക്കാട്ട ചട്ടിയും കാശുമായിട്ട് ഓടി അടുക്കലേക്ക് വന്നു. തിമിംഗലമെങ്കിൽ ഒരു 30 രൂപയ്ക്ക് തരാം. മത്തിക്ക് 245 രൂപയ്ക്ക് വിറ്റണ്ടിരിക്കുകയാണ് ഞാൻ. തിമിംഗലം 30 രൂപയ്ക്ക് എടുത്തോളെ. ആ ടീം തിങ്കളാഴ്ച മീൻ മേടിച്ചിട്ട് ബാക്കി 6 ദിവസം ചാറയില ഓടിച്ചോണ്ടിരിക്കണ. 30 രൂപയ്ക്ക് തിമിംഗല കച്ചവടം ഏകദേശം തീരുമാനമായി. വീട്ടിൽ വന്ന് എല്ലാം സെറ്റ്, ഗൾഫിൽ പോകണം. അച്ഛൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഇത്രയും നാളൊരു പ്രയോജനമില്ല, നീ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് നേട്ടമുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ ഗൾഫിൽ പോകണം, ജോലി സെറ്റാവണം, എന്നാലും എന്നെ കൊണ്ട് നേട്ടമുള്ളൂ. അച്ഛൻ പറഞ്ഞു അതല്ലടാ, ഇപ്പം നീ പോവുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഒട്ടിക്കാൻ ഇത്രയുള്ളൊരു ഫോട്ടോ മതി, 60 രൂപ. നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്നെ നാട്ടുകാർ തൊല്ലും. ഫോട്ടോ വലുതാക്കണം, ഫ്രെയിം ചെയ്യണം, മാല ചാർത്തണം, മിന്നണ ലൈറ്റ് വെക്കണം. അച്ഛൻ മിന്നണ ലൈറ്റിന് കണക്ക് പറഞ്ഞ മുതലാണ് എൻ്റെ അച്ഛൻ. ഓക്കെ, ഞാനോട് അച്ഛന് 10 രൂപയുടെ ലാഭം ഉണ്ടാകട്ടെ, പോകാം തീരുമാനിച്ച്. അപ്പം അച്ഛൻ തന്നെ പറഞ്ഞു എടാ പോവല്ലേ, 2 വർഷം കഴിഞ്ഞേ വരുള്ളൂ, ഒരു ചെറിയ ട്രീറ്റ്, കൂട്ടുകാരെയൊക്കെ വിളിക്കി സെറ്റാക്കി. ഓക്കെ, അപ്പം ഈ കൂട്ടുകാരെ വിളിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഒരു പെങ്ങളുണ്ട്, അളിയനുണ്ട്. അളിയനെ പെങ്ങളെ ഉപയോഗിച്ച് പോയാൽ രണ്ടും കൂടി ഓട്ടോ വിളിച്ച് ഗൾഫിൽ വന്ന് അടിക്കണതാണ് അളിയനും പെങ്ങളും. അളിയനെ കുറിച്ച് പറയാണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ലൈഫിൽ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ അളിയനും പെങ്ങളൊക്കെ കൂടി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പെങ്ങാമാർക്ക് ചെറുക്കൻ അന്വേഷിക്കുമ്പോൾ നമ്മൾ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം കല്യാണ ലെറ്റർ വെക്കാൻ മാത്രമേ ഈ പേരുള്ളൂ. പിന്നെ ഇവർ അളിയനാണ് എല്ലാവർക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ അളിയൻ ഷാപ്പിൽ നിൽക്കുന്നു, അനീഷിൻ്റെ അളിയൻ ഓട്ടോയിൽ വരുന്നു, അനീഷിൻ്റെ അളിയൻ, അതിനപ്പുറം അളിയൻ ഒരു പേരിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും. അപ്പോൾ ഈ അളിയൻ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അമ്മ ആദ്യത്തെ ദിവസം ഒരു പുതിയ മുണ്ടൊക്കെ എടുത്ത് അളിയന് കൊടുത്തു, അളിയൻ മുണ്ടൊക്കെ കൊടുത്തു. ഭയങ്കര ടിപ്പാണ് കേട്ടോ, ആദ്യത്തെ ദിവസം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ് അളിയ ഒരു 10 അടിയാ. അളിയൻ പറഞ്ഞ് ഇന്ന് പെങ്ങളെ നോക്കി അമ്മേനെ വേണ്ട ഞാൻ കഴിക്കൂല. ശരി പോയി. അടുത്ത ടീം വന്നപ്പോഴത്തേക്കും അളിയനെ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ അളിയ ഒരു 10 അളിയൻ വേണ്ട, ഒരു ബിയറാണേലും അടിക്കാം. ഓക്കെ, 10 വേണ്ട, അളിയൻ ബിയർ അടിക്കാന്നുള്ള സെറ്റപ്പിലേക്ക് എത്തി. വൈകുന്നേരമായി പോയി പന്തലൊക്കെ പൊളിക്കണം, തീരാറായി. അപ്പം ഞാൻ പറയാടാ ഒരു പണി, 2 അര മേടിക്ക്, ഒരു ബിയറും മേടിക്ക്. അളിയൻ ബിയർ കഴിക്കും. ബിയർ കൊണ്ടുപോകുന്ന അളിയന് കൊടുത്ത് 1 അര ഞങ്ങളെല്ലാം കൂടി കഴിച്ച്. അപ്പോൾ പറഞ്ഞു പന്തൽ പൊളിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഈ അര അടിച്ചിട്ട് പിരിയാം. അപ്പോൾ പറഞ്ഞ ഈ അര ആര് പിടിക്കും? ഞാൻ പറഞ്ഞ അര ഞാൻ പിടിക്കാം. അപ്പോൾ അമ്മ വേണ്ട നിന്റെ അച്ഛൻ്റെ കൈ കൊടുക്കുക. ഇത് കേട്ട് നേരെ ഇപ്പുറത്ത് നിന്ന് അമ്മ പറയാം ആ കൊള്ളാം, കാക്കയുടെ നിന്ന് മേടിച്ച് പരുന്തിൻ്റെ കൊടുത്തു. എൻ്റെ നിന്ന് മേടിച്ച് അച്ഛൻ്റെ കൊടുത്തതിന് പറയാം കാക്കയുടെ നിന്ന് മേടിച്ച് പരുന്തിൻ്റെ കൊടുത്തു ഈ സാധനം. അപ്പോൾ ഇവർ പറഞ്ഞു ചേട്ടാ അളിയൻ കഴിക്കൂല, അളിയൻ്റെ കൊടുത്തേക്കാം. അളിയൻ്റെ ഈ കൊടുത്ത് ഞങ്ങൾ പന്തലെല്ലാം പൊളിച്ച് എല്ലാം കൊണ്ട് കൊടുത്ത് ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഓരോന്ന് അടിക്കുക പിരിയുക. നേരെ എന്ന് ഞാൻ പറഞ്ഞു എടി വാല് വന്ന അളിയനെ വിളിച്ചേ. അളിയൻ കിടന്നടാ. ഞാൻ പറഞ്ഞ അതിനെ അളിയൻ കിടന്ന അളിയനെ ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വിളിച്ചേ. അപ്പോൾ ഇവള് വിളിച്ചിട്ട് അളിയൻ മൈൻഡുള്ള. അപ്പം ഞാൻ പറഞ്ഞു തുറന്ന് നേരെ അങ്ങോട്ട് കയറാ. ചേട്ടാ എൻ്റെ കാലിൽ തട്ടി. അളിയൻ അടിച്ചു കിടക്കുമല്ലോ, ഞാൻ കൊടുത്ത അരയുടെ കുപ്പി കാലിക്ക് കിടക്കണം അളിയൻ്റെ മുറിക്കകത്ത്. എന്നാൽ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അളിയൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വെട്ടടിച്ചപ്പോൾ രാവിലത്തെ ഓർമ്മയിൽ അളിയൻ എനിക്ക് വേണ്ടല്ലേ ഞാൻ കഴിക്കൂലെന്നും. ചേട്ടാ ഈ അരയുടെ അടപ്പം ചളക്കി കുപ്പിക്കകത്തിട്ടിട്ട് ഈ മുതൽ കിടക്കുക. രാവിലെ 10 വേണ്ടെന്ന് പറഞ്ഞാൽ 1 അര അടിച്ച് കിടക്കുക. ഈ പെങ്ങള് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് 2ാമത്തെ പ്രസവത്തിന് ഈ വയറ് കാണലെ ചടങ്ങിന് അളിയനും അളിയൻ്റെ കുടുംബക്കാരും എല്ലാം കൂടി വന്നു. ഈ പുള്ളി ആനപ്രാന്തനാണല്ലോ. ഈ ആനപ്രാന്തിൻ്റെ ഒരു സംഭവം പുള്ളിക്ക് അവിടെ കാണിക്കണം. പുള്ളി വന്ന വയറിലൊക്കെ ഇങ്ങനെ ഭയങ്കര ലാളനോട് ചെവിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ബന്ധുക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് മൂത്തതൊരു പെൺകുട്ടിയാണ്, അടുത്തത് മംഗലാംകുന്ന് കർണൻ്റെ ഒരു ചൊടിപ്പും ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു ഗാംഭീര്യവും കാളിദാസൻ്റെ ഒരു സെറ്റപ്പൊക്കെയുള്ള നല്ലൊരു കുട്ടിക്കുമ്പനെ തന്നെ എന്ന് പറഞ്ഞിട്ട് വയറിട്ടൊരു തട്ട്. ഈ കൈയെടുത്ത് പെങ്ങൾ താടിക്കിട്ട് തട്ടിയിട്ട് അളിയൻ്റെ അമ്മയോട് പറയാം മകനോട് പറഞ്ഞു കൊടുക്കണം ഇത് കോടനാട് ആന വളർത്തൽ കേന്ദ്രമല്ല, എൻ്റെ വയറാണ് തള്ളി. അതാണ് പെങ്ങൾ ചേട്ടൻ. ഈ 2 സംഭവത്തിനെയും വിളിക്കാണ്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. നേരെ ഞാൻ ഈ ഇവരെ വിളിക്കാനുള്ള പ്ലാൻ ഇട്ട് ഞങ്ങൾ വരുന്ന അളിയന് പതിവ് പോലെ കൂട്ടുകാരൻ ഞങ്ങൾ അവിടെ ഇരുന്ന് അടിച്ച് സെറ്റ് നേരെ താഴേക്ക് വരും ചേട്ടാ. എൻ്റെ പാസ്പോർട്ടും ഒരു 300 രൂപയും കൂടി നമ്മുടെ ടേബിളിലിരിക്കുന്നു. സാധാരണ അമ്മ എനിക്ക് സർപ്രൈസൊക്കെ തരാറില്ല. അപ്പം ഞാനോർത്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്,
അപ്പോൾ അമ്മ എനിക്കൊരു 300 രൂപ ഒരു കൈനീട്ടമായിരിക്കും. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ പാസ്പോർട്ടിനകത്ത് ഒരു 300 രൂപ ഇരിപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞാ അത് 500 രൂപ നിൻ്റെ അടുത്താണ്, 200 രൂപ അണ്ണാച്ചിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി 300 ചേട്ടാ. ഞാൻ ഈ പാസ്പോർട്ട് എടുത്ത് നേരെ തുറന്നു നോക്കിയപ്പോൾ ബാലൻസ് 300 രൂപയുണ്ട്. സന്തോഷത്തോടെ ആ 300 രൂപ എടുത്ത് പോക്കറ്റ് വെച്ചപ്പം ഇവത്തിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിരിക്കുക 2000 രൂപ വാങ്ങിച്ചു, 200 രൂപ തന്നു, 1800 രൂപ കടം. പിന്നെ തങ്കച്ചൻ അണ്ണാച്ചി പൊള്ളാച്ചി. രാവിലെ നെടുമ്പാശ്ശേരി കൊണ്ട് ഒപ്പിടേണ്ട പാസ്പോർട്ടിൽ തങ്കച്ചൻ അണ്ണാച്ചി പൊള്ളാച്ചി. ആ ടീമിൻ്റെ കൂടെ അവിടെ നിൽക്കണേലും ഭേദമല്ലേ ഒറ്റക്കിളിയില്ലാതെ നിങ്ങളുടെ കൂടെ. നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു അല്ലേ രമേശ് ചേട്ടാ, ഷൈജു ചേട്ടാ? ഗംഭീര പെർഫോമൻസ്. ഈ ഫ്ലോറിലെ പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് വരുന്നതിനകത്ത് നിന്ന് മോശം കളയും, നല്ലത് വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ ഞാനത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കാണുകയും കൂടെ ചെയ്യും. അതിൽ നിങ്ങളുടെ പെർഫോമൻസിൽ എനിക്ക് എവിടെയും അങ്ങനെ ഒരു ചിന്ത വന്നില്ല. എല്ലാം ഗംഭീരമായിരുന്നു. എല്ലാ സ്ഥലങ്ങളും കറക്റ്റ് കൊണ്ടൊപ്പിച്ച്, ചില സ്ഥലത്ത് ഉപമകൾ പറഞ്ഞ് അതിന്റെ ഒരു സ്പീഡ് എവിടെയും കുറയാതെ എല്ലാ സ്ഥലവും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നല്ല പെർഫെക്ഷൻ ആയിരുന്നു ചെയ്തതെല്ലാം. നമ്മൾ ഒന്ന് ആലോചിച്ച് എനിക്ക് അറിയാം, ഇതെല്ലാം നമ്മൾ ഫുള്ള് പ്ലാൻഡ് ആയിട്ട് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തല്ലേ, നല്ല രീതിയിൽ. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി, ഗംഭീരം. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഓൾ ടുഗെദർ അടിപൊളിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അടിപൊളിയായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ചിരി വിരുന്നൊരുങ്ങാൻ എത്തുന്നു ഷിബിൽ സൈൻ ഫ്രം മലപ്പുറം. ഷിബിൽ, വെൽക്കം. ഹലോ. ഷിബിൽ സൈം അല്ലേ? മലപ്പുറത്തുനിന്ന്. ആ, എന്ത് ചെയ്യുന്നു? പഠിക്കാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി 3rd ഇയറാ. അടിപൊളി. ഞാൻ ഡിഗ്രി BSc മാത്സ് 3rd ഇയറാ. മാത്സ് ആണ് പഠിക്കുന്നത്. മാത്സാ. അപ്പൊ കണക്കിലാണ് ചെറുപ്പം തൊട്ട് അഗ്രഗണ്യൻ. അതെ അതെ. ഇപ്പൊ നമ്മൾ ഈ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സംഭവം കണക്കുമായി ബന്ധമുണ്ട്. അതെ. പിന്നെ നമ്മളെ ഫ്ലോറിൽ ഷഡ്ഭുജ ഉണ്ട്. കണക്കുമായി ഒരുപാട് ബന്ധമുള്ള ഫ്ലോറാ. ഷഡ്ഭുജമാണോ അത്? 1 2 3 3 3 6 അത്? അതെ, ഷഡ്ഭുജമാണ്. അതെ, ഷഡ്ഭുജമാണ്. വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കുന്ന, വിസ്തീർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വൃത്തത്തിന്റെ വിസ്തീർണം അളന്നു നോക്കി കണ്ടുപിടിക്കും. അതെ, എന്തൊക്കെ അതിന്റെ ഈ സൂത്രവാക്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എനിക്ക് അറിയാം. അല്ല, പയ്യാർ തെറ്റാണ്. തെറ്റമാർക്ക് പോയി, 1 മാർക്ക് കുറഞ്ഞു. അതെ, ആരം ഗുണം ലംബം അതും തെറ്റി. പിന്നെ പയ്യാർ സ്ക്വയർ. ഏത് പയ്യാർ സ്ക്വയർ? അല്ലല്ല, അത് സ്ക്വയറിന്റെ. ഞാൻ വൃത്തത്തിന്റെ ചോദിച്ചത്. പൈ ഇൻറ്റു 6 ഇൻറ്റു 6. 6 എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷാജു ചേട്ടൻ അറിയണ്ടാവും. അതെ, എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമോ ഈ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ പയ്യാർ സ്ക്വയർ, പിന്നെ എന്തൊക്കെയാണ് രസാഗു, ഉസാഗു, ഇതൊക്കെ എവിടെ ചായക്കട ചായ കുടിച്ചിട്ട് 2 ഉസാഗു ഒന്നുമില്ല. ഞങ്ങളെ കണക്കിന്റെ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കട്ടോ. പുള്ളിക്കാരത്തി ഇങ്ങനെ പറയാണ് പയ്യാർ സ്ക്വയർ H സൈന് കോസ് തീറ്റ കൊസീക്കൽ പയ്യാർ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട് പറയാ, ഒന്ന് പോയാൽ അവിടെ നിന്ന് ടീച്ചർ അവിടെ പയ്യന് തീറ്റ എടുത്തോണ്ടിരിക്കാം. ശരി, നമുക്ക് പരിപാടി തുടങ്ങാം. താങ്ക് യു ഷിബിൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഷിബിൽ സൈം. മലപ്പുറത്തുനിന്ന് വരുന്നു. 20 വയസ്സ്, അവിവാഹിതൻ. മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് കൂടുതൽ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഓഡീഷനുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വന്നു. ആദ്യമായിട്ടാണ് ഞാൻ എറണാകുളത്ത് ഇത്രയധികം കാലം താമസിക്കുന്നത്. മറ്റതിൽ നിന്ന്, നമ്മുടെ ഗ്രാമത്തിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ എറണാകുളത്തെ നമ്മുടെ സിറ്റിക്കാരുടെ ജീവിതം കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ആക്ടിൻ്റെ പേര് സിറ്റിക്കാരൻ വേഴ്സസ് ഗ്രാമത്തിലെ ഏട്ടൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആളുകളെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചില ആളുകൾ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാവും, ചില ആളുകൾ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളാവും, ചില ആളുകൾക്ക് ജീവൻ ഉണ്ടാവില്ല, അവർ നല്ല കോമഡിക്ക് ചിരിക്കില്ല. ഞാൻ ഓഡീഷൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് വന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ഞാൻ എന്നെ പരിചയമുള്ള ഒരാളുണ്ട്. നമ്മുടെ ഈ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ 1ാമത്തെ സീസണിൽ പങ്കെടുത്ത ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്, ദീപക് മോഹൻ. പുള്ളീനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അന്ന് തൃപ്പൂണിത്തറ പുള്ളിയുടെ ഒരു കോമഡി പരിപാടി നടക്കുക. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പുള്ളീനെ ഒന്ന് പരിചയപ്പെട്ടു. പുള്ളിയുടെ കോമഡി പരിപാടി നടക്കുന്ന കഫേൻ്റെ മുമ്പിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക പുള്ളീനോട്. അപ്പോൾ ആ സൈഡിലായിട്ട് ഒരു ലോഡ് വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ലോഡ് വണ്ടിയാണ്. ഞാൻ ചോദിച്ചു ദീപകേട്ടനോട്, ദീപകേട്ടൻ എന്താ ഇവിടെ ഒരു ലോഡ് വണ്ടി നിർത്തിയിട്ടുണ്ട്? അതിൽ പുള്ളി പറയാ, ഇവിടെ സംഭവിക്കുന്ന പൊട്ടുന്നതും ചീറ്റുന്നതുമായ കോമഡികൾ കൊണ്ടുപോകാനുള്ള ലോഡ് വണ്ടിയാണ്. ആ കണക്കിന്
എൻ്റെ ഈ പെർഫോമൻസ് കഴിയുമ്പോഴേക്കും അമൃത TV ഒന്നല്ല 2 ലോഡ് വണ്ടി കൊണ്ടുപോകേണ്ടി വരും. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ, സിറ്റിക്കാരനും ഗ്രാമത്തിലൊരു ഏട്ടനും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഒരു സിറ്റിക്കാരുണ്ട്, ഒരു ആവറേജ് എടുക്കണ ഒരു ജാട കൂടിയ സിറ്റിക്കാരൻ. ഗ്രാമത്തിലേട്ടൻ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുശുമ്പ് കൂടിയ ഗ്രാമത്തിലേട്ടൻ. ഇവർ രണ്ടുപേരും ഞാൻ ഇവരുടെ സാമ്യ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇവിടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല വ്യത്യാസങ്ങളും. സിറ്റിക്കാരന് പല സമയത്തും പല ഡ്രസ്സുകളാണ്. വർക്ക് ടൈമിൽ ഒരു ഡ്രസ്സ്, ഫ്രീ ടൈമിൽ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. വർക്ക് ടൈമിൽ ഇങ്ങനെ ഒരു ഷർട്ട് പാൻറ് ഇൻ ചെയ്തത് അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഫ്രീ ടൈമിൽ ഒരു ബെർമുഡ ടീഷർട്ട് ആ രൂപത്തിലാണ് സിറ്റിക്കാരൻ. എന്നാൽ ഗ്രാമത്തിലെ ഏട്ടന് ഇങ്ങനെയൊന്നുമില്ല. അത് ഇനിയിപ്പോൾ വർക്ക് ടൈം എന്നോ ഫ്രീ ടൈം ഒന്നുമില്ല. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ടോയ്ലറ്റിലാണെങ്കിലും ബസ്സിലാണെങ്കിലും വില്ലേജ് ഓഫീസിലാണെങ്കിലും പെങ്ങടെ മോൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വരെ ഒരു പൂവുള്ള പുള്ളിത്തുണിയും ഒരു ചുളിഞ്ഞ കുപ്പായും. അലമാരയിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂറയും കുടുംബവും എടിപിടിയും നെയ്ന്നിട്ട് ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. സിറ്റിക്കാരനെ ഈ വർക്ക് ടൈമിൽ AC ഒക്കെ വേണ്ടി വരും. കാരണം ഈ ടൈയൊക്കെ കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അണ്ണാൻകുട്ടീൻ്റെ കൂട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരന് AC ഒക്കെ വേണ്ടി വരും ഉഷ്ണം നിയന്ത്രിക്കാൻ. എന്നാൽ ഗ്രാമത്തിലെ ഏട്ടന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ മുല്ലപ്പെരിയാറിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 2 ഷട്ടർ തുറന്നു വിടും. ഗ്രാമത്തിലെ ഏട്ടൻ ചൂട് കൂടിക്കഴിഞ്ഞാൽ 2 ബട്ടൺസ് തുറന്നു വിടും. ഈ തുണി ഒന്നിങ്ങനെ മടക്കി കുത്തണം, ഇത് നിർബന്ധമാണ്. കാര്യം ഇതൊരു എയർ കണ്ടീഷൻ്റെ ഭാഗം തന്നെയാണ്. മാത്രമല്ല ട്രൗസർ ഒന്ന് കാണണം ഇതിൻ്റെ ഇടയിൽ കൂടെ, അത് നിർബന്ധമാണ്. ട്രൗസറിൻ്റെ കമ്പനീൻ്റെ പെയ്ഡ് കൊളാബ് പ്രൊമോഷൻ ഏറ്റെടുത്ത പോലെ ഉള്ളി. ഇനി നമ്മുടെ സിറ്റിക്കാരനും ഗ്രാമത്തിലെ ഏട്ടനും ഫ്രീ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഫ്രീ ടൈം ഉണ്ടാവുന്നത്. ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫോർമേഷൻ ആവും. സിറ്റിക്കാരൻ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് പുള്ളി ചെയ്ത വർക്കൊന്ന് വിലയിരുത്തും. ഇന്ന് എന്തെല്ലാം വർക്ക് നടന്നു, ഈ 1 year പ്രൊജക്റ്റ് വിജയിക്കുവോ, അങ്ങനെ പുള്ളി അന്ന് ചെയ്ത ജോലി തന്നെ പുള്ളി ഒന്ന് വിലയിരുത്തും. എന്നാൽ ഗ്രാമത്തിലെ ഏട്ടൻ ജംഗ്ഷനിൽ നിന്ന് ചായ കുടിച്ച് നാട്ടിൽ വേറെ ആരെങ്കിലും ചെയ്ത വർക്ക് വിലയിരുത്തും. അതേ, നിങ്ങളറിഞ്ഞോ, നമ്മുടെ തെക്കേലെ കുഞ്ഞാൻ സുമതിനോട് ചെയ്ത വർക്ക് തീരെ ശരിയായില്ല. പിന്നെ വേറൊരു ചർച്ച ഉണ്ട്, നിങ്ങളറിഞ്ഞോ, ആ സുമേഷ് ചേട്ടൻ്റെ വൈഫ് ഇരട്ട പറ്റു. അപ്പോൾ അവിടുന്ന് വേറൊരു ചേട്ടൻ, എനിക്കറിയായിരുന്നു പുള്ളിയുടെ 1 year പ്രൊജക്റ്റ് വിജയിക്കുമെന്ന്. ഇനി നമ്മുടെ ഈ സിറ്റിക്കാരൻ ഒഴിവ് സമയത്തുണ്ടല്ലോ ആൻറ്റി സ്ട്രെസ് പണികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഉറക്കത്തിന്, വെറുതെ ഒരു സിനിമക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവുക, ഈ രൂപത്തിൽ. കാരണം ഈ ബിസി ഷെഡ്യൂളിൻ്റെ സ്ട്രെസ് ഉണ്ടായതുകൊണ്ട്. എന്നാൽ ഗ്രാമത്തിലേട്ടൻ ഈ ഇടപഴകി ജീവിക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് വേറെ ഒഴിവ് സമയങ്ങൾ കുറേ ഉണ്ടായതുകൊണ്ട് ഇത്ര ഒരു ബിസി ഷെഡ്യൂളും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെസ് വരുന്നില്ല. പക്ഷേ ആൻറ്റി സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ ഒഴിവ് സമയങ്ങൾ ആനന്ദ പുളകിത നിമിഷങ്ങളാക്കി മാറ്റുന്ന അവസരത്തിൽ നമ്മുടെ ഗ്രാമത്തിലേട്ടന മുന്നിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ആസ്വദിച്ച് ചൊറിയുക, മൂക്കുന്ന് കൊറ്റം പറിക്കുക, നഖം നുള്ളി പൊറിക്കുക, ചെവിയിൽ തുങ്ങലിട്ട് കളിക്കുക, വെറുതെ ഇന്ന് ബോറടിക്കുമ്പോൾ ചക്കക്കുരു ചുട്ട് തിന്നുക, കോണിപ്പടീൻ്റെ 3ാം നിലയിൽ നിന്ന് താഴോട്ട് കോണിക്കമ്പികൾക്കിടയിലൂടെ തുപ്പി വളയാതെ നിലത്തെത്തിക്കുക, ചെവിയിൽ തുങ്ങലിട്ട് കളിക്കുക, മുറിവിൻ്റെ തോട് മാന്തി പൊളിക്കാൻ തുടങ്ങിയിട്ട് പലവിധ കാര്യങ്ങളുടെ പുള്ളി ഒഴിവ് സമയങ്ങൾ ആനന്ദവേളകളാക്കി മാറ്റും. ഇനി നമ്മുടെ സിറ്റിക്കാരൻ്റെയും നമ്മുടെ ഗ്രാമത്തിലെ ഏട്ടൻ്റെയും ലോകവിവരങ്ങൾ തമ്മിലുള്ള തോത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അന്തരം തന്നെ കാണാൻ സാധിക്കും. സിറ്റിക്കാരൻ ഈ ഒഴിവ് സമയത്ത് റൂമിലൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യാന്നുള്ളത് അന്താരാഷ്ട്രപരമായ കാര്യങ്ങൾ, വലിയ വലിയ കമ്പനികളിൽ നടക്കുന്ന ലാഭനഷ്ടങ്ങൾ, തിരിമറികൾ, താലിബാനിലെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ 3 ആൾ കൂടി ചർച്ച ചെയ്യുക ആലിക്കുട്ടിയാക്കാൻ്റെ മകൻ പീലി ഷമീറിൻ്റെ 4ാം കെട്ട്, താലിബാന് പീലി ഷമീർ, ഇതാ പറഞ്ഞ് വലിയൊരു അന്തരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമത്തിലെ ആളെന്നല്ല, സിറ്റിയിലെ ആളെന്നല്ല, ഇവരുടെയൊക്കെ നല്ലത് മാത്രം നമ്മളെടുത്ത് നമ്മൾ നല്ലൊരു മനുഷ്യനാവാന്നുള്ളതാണ്, ട്രൈ ടു ബി ബെറ്റർ എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഈ പെർഫോമൻസിലാണെങ്കിലും നല്ല കോമഡികൾ മാത്രങ്ങൾ എടുക്കുക, മോശമുള്ള കോമഡികൾ പുറത്ത് മറ്റേ ലോഡ് വണ്ടി ഉണ്ട്. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പെർഫോമൻസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെ, വളരെ സ്ലോ ആയിട്ട് ആലോചിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് നാട്ടില്. ഇതിൽ എനിക്ക് ഏറ്റവും രസം സിറ്റിക്കാരനും ഗ്രാമത്തിലെ ഏട്ടനും 2 ആളുകളെ തമ്മിൽ അങ്ങ് കമ്പയർ ചെയ്ത് പോയ പോലെ തോന്നി. നല്ല രസമുള്ള കുറെ തമാശകൾ നിങ്ങൾ പറഞ്ഞു. അതിന് ഗ്രാമം സിറ്റി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ കഥ പറയാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാം നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എന്നാലും മോനെ നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. പല ഹ്യൂമറും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ഞാനും സാജുവും ഈ ഫ്ലാറ്റിൽ വേറെ സാധനം കടലാസ് ഇരട്ടി കളയാൻ സ്ഥലമില്ല, മറ്റേ ജനലിൽ കൂടെ ഒക്കെ നമുക്ക് എറിയാലോ. കടലാസല്ല, നമ്മൾ തുപ്പണേന്റെ ഒരു അളവ് കൂടി പോയി അപ്പുറത്തെ ഫ്ലാറ്റിൽ ചെല്ലും. വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഇതെല്ലാം പ്രശ്നം. മുറ്റത്തേക്കൊന്നും തുപ്പാൻ പറ്റൂല, വാഷ് ബേസിന് തന്നെ പോയി തുപ്പണ്ടെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ബാംഗ്ലൂർ എവിടെയോ ഞങ്ങളുടെ ഷോയ്ക്ക് പോയിട്ട്
ഞങ്ങളൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പൊ ഞാനുണ്ട്, സാജു ഉണ്ട്, ഞങ്ങളുടെ വേറൊരു സുഹൃത്തും കൂടെ ഉണ്ട്. നമ്മുടെ സുഹൃത്ത് വന്നിട്ട് ഇവന്റെ ഷൂസ് അങ്ങ് ഊരി. പുതിയ ഷൂ ആദ്യമായിട്ട് ബാംഗ്ലൂർ പോണല്ലേ? ബാംഗ്ലൂർ പോണ പുതിയ ഷൂ ഇവിടുന്ന് അവിടം വരെ ഊരിയിട്ടൊരു മണം വന്നിട്ട് റൂമാണ്, ചെറിയ റൂമാണ്, ഞങ്ങൾ 3 പേരുണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരനാണ്. ഇതെടുത്ത് കളയാൻ പറയാൻ പറ്റത്തില്ല. എടുത്ത് വരാന്ത വെച്ചാൽ ചിലപ്പോൾ ഹോട്ടലുകാർ അത് അതുപോലെ എടുത്ത് കത്തിച്ച് കളയും. ഇവനാണ് നാളത്തേക്ക് ഇടാൻ വേറെ ഷൂസും ഇല്ല. അവസാനം ഞങ്ങൾ രണ്ടും കൂടെ പുറത്തു പോയി പ്ലാസ്റ്റിക് ചരട് മേടിച്ചോണ്ട് വന്നിട്ട് ഈ ഷൂസ് കെട്ടിയിട്ട് ജനലിൽ കൂടെ പുറത്തിട്ട് തൂക്കിയിടും മണം വരാതിരിക്കാൻ ഇവിടെ പെടാതെ രണ്ട് ഇതിന്റെയൊക്കെ നടുക്കായിട്ട് നടുക്ക് തൂക്കിയിട്ടിട്ട് പോവാൻ നേരത്ത് വെള്ളം കോരുന്നവർ ഇത് കോരി എടുത്തിട്ട് കാലിലിട്ടോണ്ട് പോകും. പഠിക്കുന്നു, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ്? വേറെ ഞാൻ കവിതയൊക്കെ എഴുതും. നമ്മുടെ കേശവമാമനിൽ നിന്ന് ഇൻസ്പയർ ആയി ഞാൻ കവിത, പാട്ട് എഴുതും. അതിന് സ്വന്തമായിട്ട് മ്യൂസിക് മാമനിൽ നിന്ന് ഇൻസ്പയർഡ് ആയി കവിത എഴുതുന്നു. ഓ, കേശവമാമന്റെ മറ്റേ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ? ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ഒരു ചെറിയനും വിട്. മാറാലക്കെട്ടുകളിൽ പ്രാണി കുടുങ്ങി, ആഡംബര ഹാളുകളിൽ മാങ്ങയണ്ടികൾ, അവളക്കുഞ്ഞുങ്ങൾക്കോ കൂച്ചി വിലങ്ങ്, റുബിക്സ് ക്യൂബിൻ കട്ടകൾക്ക് ജ്വരം പിടിച്ചു. ട്രൗസറിന്റെ വള്ളികളൻ മനം കവർന്നു, ഷൂവിന്റെ ലേസുകൾക്ക് മനം മടുത്തു, തലയണയുടെ പഞ്ഞികൾ പുളകം കൊണ്ടു, ഷർട്ടിന്റെ ബട്ടണുകൾ ട്രിപ്പിന് പോയി. പ്ലികൃതമായ രാവുകൾക്ക് പ്രഞ്ചുളപ്രഭ, ബാത്റൂമിലെ തോർത്തുമുണ്ട് പരിഭ്രമിച്ചു, ശീതളപാനീയങ്ങൾ വറ്റി വരണ്ടു, കയ്യിന്റെ വിരലുകൾ വെറുങ്ങലിച്ചു. ബീട്രൂട്ടിൻ കായകൾക്ക് ബ്ലീഡിങ് വന്നു, ചെറിയ റബ്ബറിന്റെ പന്തുകൾക്ക് വികാരം വന്നു, ടൂത്ത് പേസ്റ്റിൻ കവറുകൾക്ക് വയറിളക്കം, പപ്പടത്തിൻ കുമിളകളിൽ ബോംബ് സ്ഫോടനം. താങ്ക് യു. വരികൾ ആരായിരുന്നു? ഞാൻ. താനല്ലേ? വരികൾ, സംഗീതം, ആലാപനം, എവറിത്തിങ്. ഗംഭീരണ്ട, സൂപ്പർ, അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗംഭീരായിരുന്നു, നല്ലൊരു ഭാവിയുണ്ട്. പോരുന്നു എന്റെ കൂടെ. വിളിച്ച വരാം. നീ സൂപ്പറാടാ, നീ നല്ല ഗംഭീരമായിട്ടാ. നിന്റെ മാറാലയും ആർക്കും ശീതളപാനീയങ്ങൾ, എനിക്ക് അതൊക്കെ ശീതളപാനീയങ്ങൾ ബോംബ് സ്ഫോടനം, ശീതളപാനീയങ്ങൾ പറ്റി വരണ്ടു. വളരെ നല്ല വരിയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഷിബിൽ കാണാം. ഷിബിൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വന്നോ സാജു? വലിയൊരു സന്തോഷത്തിലാണ്. എന്താണ്? കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു സംഭവം റെഡിയാക്കാനുണ്ട്. പറയാ. നമ്മൾ ശരിക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ എത്ര കുറ്റി വേണ്ടി വരും? വിക്കറ്റ്? സ്റ്റമ്പ് 6 എന്റെ അടുത്തൊരു 10-30 കുറ്റി ഇരിപ്പുണ്ട്. വേലി കെട്ടാനല്ല, കളിക്കാനല്ലേ? കളിക്കാൻ 6 മതി. ബാക്കി വേറെ ടീമിന് കൊടുക്കാം. ക്രിക്കറ്റിന്റെ സംശയമാണ്. കാരണം സാജു മിമിക്രി അസോസിയേഷന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഈ സാജു നവോദയ ഉഗ്ര ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഞാൻ ഓർത്തു എന്താ എന്നോട് ചോദിക്കാതെ പുള്ളിയോട്. ഇല്ലില്ല, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഏരിയയാണ്. നിങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചാ. ടെണ്ടുൽക്കർ ഇപ്പൊ എന്ത് ചെയ്യണം? പുള്ളി കളി നിർത്തിയല്ലോ. തെണ്ടുൽക്കർ കളി നിർത്തി കേരളത്തിൽ വീട് മേടിച്ചത് പനങ്ങാടാണ്. സാജുന്റെ എന്റെ വീടിന്റെ മതിൽ കഴിഞ്ഞാലാണ് ടെണ്ടുൽക്കർ രണ്ടും. എന്റെ വീടിന്റെ റൈറ്റ് സൈഡിലെ മതിലാണ് വില്ലയുടെ മതില്. തമാശ അല്ല കേട്ടോ, അതിലൊന്നും തമാശ സീരിയസ് ആയിട്ട് പറഞ്ഞ. സാജു അപ്പൊ ഒരു ഉപകാരം ചെയ്യോ? അവിടെ നിന്ന് ഗ്യാപ്പ് കിട്ടുമ്പോ ഒന്ന് ചെന്നിട്ട് മതിലിനരികെ ചെന്നിട്ടേ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കാൻ പോണ്ട. അപ്പൊ അതിലേക്ക് ഒന്ന് കളിക്കാൻ വരുമോന്നൊന്ന് ചോദിക്കോ? ടീം ഉണ്ടാക്കുന്നുണ്ടോ കേശവമാമൻ? ടീം ഉണ്ടാക്കുന്നേ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ ടീം കിടക്കല്ലേ, പിള്ളേര് സെറ്റ്. നമ്മ ഒന്നിച്ചൊരു ടീം അങ്ങോട്ട് കൂടെയാണ് ഇനി. സ്റ്റാൻഡപ്പ് കോമഡിയന്മാരുടെ ക്രിക്കറ്റ് ടീം. അത് കലക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇത്രയും പ്രായമായ അമ്മാവൻ അല്ല മുൻകൈ എടുക്കേണ്ടി. അതല്ല ഞാൻ പറയുന്നത്. അമ്മാവൻ പറയുന്ന പല കാര്യങ്ങളും ഈ ഫ്ലോറിൽ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആർക്കും തോന്നാത്തൊരു നല്ല ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനൊരു പേരിടണം. സ്റ്റാൻഡപ്പ് കോമഡിയന്മാരുടെ ക്രിക്കറ്റ് ടീമിന് SC11. അത് തന്നെ, സ്റ്റാൻഡപ്പ് ക്രിക്കറ്റ് 11 ലീഗില് നമുക്ക് അങ്ങനെ ചെയ്യാം. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിനെ കൂടെ വന്നിട്ട് ചേർക്കണം. അതിന് മറ്റേ ചിയർ ഗേൾസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലേ? നന്നായിരിക്കും.
സിക്സ് ഒക്കെ അടിക്കുമ്പോ അല്ലേ ഇഷ്ടമാണ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ടീം പിഷു നമ്മുടെ ടീം തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടീമിന് ഒരു മാനേജർ വേണം. അത് അത്യാവശ്യം ഉഷാരി. കാരണം നമ്മൾ ടീമും സെറ്റാക്കാൻ തന്നെ ഈ മാനേജർ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. മാനേജർ നല്ലൊരു മാനേജർ കിട്ടണം, എല്ലാം കൂടി കൊണ്ടുനടക്കാനുള്ളൊരു. അങ്ങനെയാണ് സാജുവിന് നമ്മുടെ ടീമിന്റെ മാനേജർ ആവാൻ പറ്റുമോ? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലല്ല സാജുവിനെ പറ്റില്ല അതിന്. ഞാൻ ഇതിലില്ലാത്ത സാജുവിന് ക്രിക്കറ്റിനെ പറ്റി എല്ലാം അറിയാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? നിങ്ങളല്ലേ ഇത്രയും പറഞ്ഞു പുള്ളി ഭയങ്കര ക്രിക്കറ്റ് കളി, എന്നോട് സംശയം ചോദിക്കേണ്ട, പുള്ളിയോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അത്ര അറിവ് പുള്ളിക്കില്ല, അറിയില്ല. ഓ അല്ല പുള്ളി ഒരു ടീമിനുള്ളല്ലേ, പിന്നെ എന്തിനാണ് നമ്മുടെ ടീമിലേക്ക് നാളെ കയറി തന്നെ? ഞാനൊരു കാര്യം പറയട്ടെ, ഡയാന അങ്ങനെയാണ് മാനേജർ ആവാൻ പറ്റും, ചിയർഗേളൊന്നും ആവാൻ നിൽക്കണ്ട. ഞാൻ മാനേജർ ആവാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒരു ലേഡീസ് വന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇത്തിരി പ്രായവും പക്വതയൊക്കെ ഉള്ള ഒരാള്. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിപ്പോ പിഷാരിട കൂടെ തന്നെ എല്ലാത്തിനും നടക്കുന്ന ഒരാള് വേണം, മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും ഓൾറൗണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയ കൃത്യമായിട്ട് ഒരാളുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. അല്ല അങ്ങനെ ഇപ്പം പക്വതയും സാധനം എന്നുള്ളത് ആരായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം, പക്വത ഉള്ളതായിരിക്കണം, ആളായിരിക്കണം. അങ്ങനെ ആവുമ്പോ അത് ഞാനായിരിക്കണം, അമ്മാവനാ ഞാനായിരിക്കണം. നോക്കി നടത്തുമെങ്കിലായിരിക്കും. മാനേജർ ആവാൻ വേണ്ടി പുള്ളി 7 കിലോമീറ്റർ നടന്നിട്ടാ വന്നപ്പോ. സാജു വേറെ കാര്യമുണ്ട്, നമുക്കൊരു ക്യാപ്റ്റനെ വേണം. പിന്നെ അത് വേണം, ക്യാപ്റ്റൻ വേണം. ക്യാപ്റ്റൻ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മാനേജറെ പോലെ അല്ല. അല്ല ഞാൻ പറയുന്നത് അത് പിള്ളേരൊക്കെ ഒരുപാട് ഉണ്ട് നമ്മുടെ ഇല്ലേ, പക്ഷെ നമുക്കൊരു കൃത്യമായിട്ട് ഒരാളെ കിട്ടണം ശരിക്കും. അല്ല അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുന്നത് ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു ടീമാണല്ലോ ഇത്. അപ്പൊ അത്യാവശ്യം സ്റ്റാൻഡപ്പ് കോമഡി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആളായിരിക്കണം അല്ലേ? പിന്നെ അത് മാത്രല്ല, ഇപ്പം നമ്മുടെ അതിനകത്ത് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ഇതൊക്കെ ഉള്ള ഒരാളായിരിക്കുമെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരാളെ നമുക്ക് ഹിന്ദിന്ന് കിട്ടുമോ ചോദിച്ചാണ്, നിന്റെ പേര് പറഞ്ഞല്ല, അതുകൊണ്ട് ആളെ ഹിന്ദിന്ന് കിട്ടുവന്നു. അല്ല ഹിന്ദിയിലുള്ള സ്റ്റാൻഡപ്പ് കോമഡിമാരല്ല ഇവിടെ ഞാൻ ആയിക്കോളാം, അത് ഞാൻ ക്യാപ്റ്റൻ ആയിക്കോളാം. അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഫസ്റ്റ് ബാറ്റ് പിഷാരടിന് ഇറങ്ങണം. ഞാൻ ഇറങ്ങാം. നിങ്ങള് എന്റെ ബാറ്റിംഗ് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്, അതായത് പിഷാരടി ഫസ്റ്റ് ബാറ്റിന് ഇറങ്ങിയാണെങ്കിൽ ആദ്യ ബോളിൽ തന്നെ പിഷാരടി ഡക്കാവും. അപ്പൊ പിന്നെ മറ്റു നമ്മുടെ പിള്ളേരൊക്കെ ഇന്ന് കളി വിജയിപ്പിച്ചോളും. അവർക്കുള്ള എന്തെങ്കിലും വെള്ളം കൊടുക്കാനായിട്ട് പിഷാരടിക്ക് ഗ്രൗണ്ടിൽ തുടരുകയും ചെയ്യാം. ഈ വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ, നമ്മുടെ അവിടെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് വകുപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ടീം ആദ്യം ഒന്ന് ഫോം ആവട്ടെ, നമുക്ക് നമ്മുടെ ടീമിന് നല്ലൊരു ടീം മെമ്പർ ഒക്കെ ഉണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട് നമുക്ക് ടീം? ടോട്ടൽ നമുക്കൊരു 20 പേര് എടുക്കാൻ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പിള്ളേരുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ടീം സെറ്റ് ചെയ്യുന്നു. നമുക്കൊരു വണ്ടി അത്യാവശ്യമാണ്. ഇനി ട്രാവൽ പോകാനായിട്ടെ ഒരു വണ്ടി അത്യാവശ്യം നമുക്ക് വേണ്ടി വരും. അല്ല ഈ നമ്മുടെ അവിടെ ഞങ്ങള് പണ്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഒരു 8 കൂട്ടുകാരുടെ ശബരിമലയ്ക്ക് പോകാൻ ഒരു തീരുമാനം എടുത്തു. ഒരു മണ്ഡലകാലം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഇന്ന് കഥയിലേക്ക് ഒരു ടീം ആദ്യം ഫോം ആവട്ടെ. ആദ്യം നമ്മുടെ കളി സെറ്റായിട്ട് മലക്ക് കളി സെറ്റായിട്ട് പോവാം നമുക്ക്. അത് കഥ പിന്നെ പറയാം. മെയിൻ ആയിട്ട് ഫുഡ് അടുത്ത കേസാണ്. ഇതൊരു ഡ്രൈവറെ നല്ലൊരുത്തനെ കിട്ടണം. ലോങ് പോകേണ്ടി വരും, കാരണം ഇത്ര കുട്ടികളെ കൊണ്ട് പോണതാ. നല്ല അന്തസ് ഡ്രൈവറെ നമുക്ക് ഈ ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഒരു പ്രദീപേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. ഈ പ്രദീപേട്ടൻ ഒരിക്കൽ ഞങ്ങളായിട്ടൊരു പ്രോഗ്രാം പോകുമ്പോൾ ഞാനൊരു കഥ പറയാം. അദ്ദേഹം നമ്മളുടെ ട്രൂപ്പുമായിട്ട് ചെല്ലുമ്പം നമുക്ക് ചില ദിവസങ്ങളിൽ രാത്രി നമ്മൾ ഒരുമുള്ളവരെ നമ്മുടെ ഈ ക്രിക്കറ്റ് ടീം ഇവിടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ പുള്ളിയുടെ കഥ കൊണ്ട് നമ്മുടെ ടീം ഒരിക്കലും കളി ജയിക്കൂല. അപ്പൊ പിഷാരി ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ക്രിക്കറ്റ് ടീമിനാണ് മാറ്റിയിട്ട് ഒരു അച്ചപ്പ ടീമിനാണ് ഉണ്ടാക്കണം, അച്ചപ്പ കമ്പനി നടത്താൻ. അപ്പൊ അവിടെ ആകുമ്പോൾ നമുക്ക് അച്ചപ്പവും ചൂടാ, പിഷാരിയുടെ കഥയും ഓടിക്കോളും. അത് നടക്കുള്ളൂ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. കഴിവ് കൊണ്ട് ഹാസ്യരസം പ്രദാനം ചെയ്യുന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ആയ എക്സലൻസ് അവാർഡ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ സെഗ്മെന്റിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥി, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മിമിക്രി വേദികളുടെ തുടക്കകാലം മുതൽ തന്നെ ഏറ്റവും മനോഹരമായ പെർഫോമൻസുകൾ സമ്മാനിച്ചുകൊണ്ട് അതിനുശേഷം ടെലിവിഷൻ രംഗത്തും സിനിമകളിലും എഴുത്തിലും അതുപോലെ തന്നെ കാസറ്റുകളും കൂടെയൊക്കെ നമുക്ക് ഒരുപാട് പ്രിയങ്കരനായ ഒരുപാട് സുപരിചിതനായ കലാകാരൻ. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ രമേശ് കുർമശ്ശേരിയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
രമേശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം രമേശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. രമേശ് ചേട്ടൻ ഈ വേദിയിൽ വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായൊരു വലിയ സന്തോഷമുണ്ട്. അത് ഞാൻ പ്രോഗ്രാം തുടങ്ങി എനിക്ക് സ്കൂളിലും ഒക്കെ ഉള്ളതിനപ്പുറത്തേക്കൊരു അല്ലാതൊരു പ്രോഗ്രാം കിട്ടി തുടങ്ങിയത് ആദ്യമായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി യുവനോത്സവത്തിൽ സമ്മാനം കിട്ടി, മിമിക്രിയിൽ സമ്മാനം കിട്ടി, ഇന്നയാളെന്ന് പറഞ്ഞ് പത്രത്തിൽ പടം വന്നപ്പോഴാണ് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഉള്ള നമ്മുടെ നാട്ടുകാരനാണ് യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടിയതെന്നും പറഞ്ഞ് എന്നെ പരിപാടിക്ക് വിളിച്ചു തുടങ്ങിയത്. അന്ന് എന്റെ പടം പത്രത്തിൽ വരാൻ കാരണമായ യൂണിവേഴ്സിറ്റി യുവനോത്സവത്തിലെ മിമിക്രിയുടെ ജഡ്ജാണ് രമേശ് കുറുമശ്ശേരി ചേട്ടൻ എന്ന് പറയുന്നത്. പണ്ട് തിരുവല്ലയില് സെന്റ് ജോൺ കത്തീഡ്രൽ ഹാളിൽ വെച്ചാണ് അതെ. വിരസമായിക്കൊണ്ടിരിക്കുന്ന മിമിക്രി മത്സരം. മോണിക്ക ലെവൻസ്കി എന്ന വിഷയം അങ്ങോട്ട് കത്തി നിൽക്കുന്ന സമയം ഒരു നരുന്ത് പയ്യൻ അങ്ങോട്ട് കേറി ഈ ഐറ്റം അങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോ തൊട്ട് അങ്ങോട്ട് കയ്യടിയാണ്. എനിക്ക് രോമം കയറി. അങ്ങനെ വിരസമായിരിക്കുന്ന ആ വേദി സമ്പന്നമാക്കിയത് ഈ പയ്യനാണ്. ഈ പയ്യനാണെന്ന് പറഞ്ഞാൽ അന്ന് രമേഷ് പിഷാരടി ആണോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, നമ്പറല്ലേ കാണുള്ളൂ. നമ്പർ അതെ, ചെസ് നമ്പർ. അപ്പോൾ പത്രക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരു സദ്യയാണെങ്കിൽ അതിൽ പ്രഥമനാണ് ആ പയ്യൻ. ആ പയ്യൻ ഭാവിയിൽ സിനിമയിലും സീരിയലിലൊക്കെ വളരെ ശ്രദ്ധേയനാവുമെന്ന് അന്ന് ഒന്ന് പ്രവചിച്ചു. അത് ഏതായാലും ആ വാക്ക് ഫലിച്ചിരിക്കുന്നു അല്ലേ? താങ്ക് യു വെരി മച്ച്. ഈ രമേശ് ചേട്ടാ അത് മാത്രമല്ല സാജു, നമ്മളൊക്കെ കണ്ടു വളർന്ന അല്ലേ ഈ VHS കാസറ്റുകളില് ഫിഗർ ബാലേന്ദ്ര മേനോൻ, ഇന്നസെന്റ് ഏട്ടൻ, മാമുക്കോയ എന്നൊക്കെ പറഞ്ഞ് ഫിഗറുകൾ കാണിക്കുന്ന കാസറ്റ് ഇറങ്ങുമ്പോ രമേശ് ചേട്ടന്റെ പ്രകടനം ഇപ്പോഴും വേണേ ഒന്ന് യൂട്യൂബ് അടിച്ചാല് യൂട്യൂബിൽ ഡയാനൊക്കെ ആദ്യം ഞാനൊക്കെ കാണുന്ന ചേട്ടനൊക്കെ ചെയ്താട്ടാ, ചേട്ടൻ ബാലേന്ദ്ര മേനോൻ ചേട്ടനൊക്കെ ചെയ്യണത്, ചേട്ടൻ ചെയ്തത്. എന്റെ വീടിന്റെ അവിടെ നേരെ അമ്പലത്തിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ബാലേന്ദ്ര മേനോൻ തന്നെ മേനോനെ കാണുന്നത് ഞാൻ കറക്റ്റാ. അപ്പൊ അത്രയും ചെറുതായിരുന്നപ്പോ തൊട്ട് ചേട്ടന്റെ പ്രോഗ്രാം കാണണം ഞാനൊക്കെ. ഇപ്പോഴും ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചേട്ടന്റെ പ്രോഗ്രാം അല്ല ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഞങ്ങളുടെയൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണാനാണ്. കല്യാണ സൗന്ദര്യം എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള മലയാളം സിനിമയിൽ ജഗതി ശ്രീകുമാറിന് ഡബ് ചെയ്തിരിക്കുന്നത് രമേശ് കുറുമശ്ശേരി ചേട്ടൻ. അത് ഇന്ന് പറഞ്ഞില്ല, പലർക്കും അറിയത്തില്ല. 21 വർഷം മുമ്പ് അത്രയും ഡബ് ചെയ്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഡബ് ചെയ്ത് വെച്ചേക്കുന്നത് വിനയൻ സാറിന്റെ പടത്തില് ജഗതി ചേട്ടൻ. അന്ന് ജഗതി ചേട്ടൻ തിരക്കാണ്. ആ സമയത്ത് രമേശ് ചേട്ടൻ അത് ഡബ് ചെയ്യുന്നു. അതുപോലെ ക്രിസ്മസ്, നമ്മളിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എടുത്തപ്പം കരോൾ ഗാനങ്ങൾക്ക് സിനിമാ പാട്ടുകളുടെ പാട്ട് വന്നല്ലോ, അത് ആദ്യമായിട്ട് ചെയ്തത് രമേശ് ചേട്ടനാണ്. അതിനു മുമ്പ് പള്ളിപ്പാട്ടുകളായിരുന്നപ്പോൾ ഈ കരോൾ ഗാനങ്ങൾക്ക് സിനിമാ പാട്ടുകളുടെ ഈണത്തിന് കരോൾ ഗാനങ്ങൾ എഴുതിയതിന്റെ ഓഡിയോ കാസറ്റ് ഇറക്കുമായിരുന്നു രമേശ് കുറുമശ്ശേരി ചേട്ടന്റെ പേരില്. അയ്യപ്പ ഭക്തി ഗാനമാകുമ്പോ സിനിമാ പാട്ടുകളുടെ ഈണത്തില് അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ കാസറ്റ് ഇറക്കുമായിരുന്നു രമേശ് ചേട്ടൻ. വേറെ എന്തൊക്കെയാണ് രമേശ് ചേട്ടൻ, വേറെ എന്തൊക്കെയോ പരിപാടികളിൽ രമേശ് ചേട്ടന്റെ എഴുത്തും പരിപാടികളും. ഈ അടുത്ത് നമ്മുടെ എനിക്ക് ഒരു മഹാഭാഗ്യം എന്ന് പറയാം, അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യം നമുക്കൊരു മഹാഭാഗ്യം. അതായത് ജഗതി ചേട്ടൻ ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള അതുല്യ നടന്മാരിൽ ഒരാളാണ് ജഗതി ചേട്ടൻ. അദ്ദേഹത്തിന് ഈ അടുത്ത ആക്സിഡന്റ് പറ്റിയപ്പോൾ അദ്ദേഹം അഭിനയിച്ച തിരുവമ്പാടി തമ്പാൻ, മധുര ബസ്, ഏഴാം സൂര്യൻ, എൻ്റെ സിനിമ, കൗബോയ്, ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടി. രമേശ് ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് സിനിമകളിൽ രമേശ് ചേട്ടൻ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതും, ഓഡിയോ കാസറ്റുകൾ കത്തി നിൽക്കുന്ന സമയത്തും തുടക്കത്തിൽ ഒരുപാട് കാസറ്റുകൾക്ക് രമേശ് ചേട്ടൻ തിരക്കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടില്ലേ? അത് നമ്മുടെ ഹരി, നിങ്ങളുടെ ഡയറക്ടർ, അദ്ദേഹം പറഞ്ഞു പുള്ളി ആദ്യമായിട്ട് ശബരിമല ചെന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിയ കാസറ്റ് എൻ്റെ പാരഡി കാസറ്റാണെന്ന് പറഞ്ഞു. അത് രുദ്രാക്ഷമാല എന്ന് പറഞ്ഞൊരു കാസറ്റായിരുന്നു. അതില് ആദ്യത്തെ പാട്ട് അന്ന് തേന്മാവിൻ കുമ്പത്തൊക്കെ ഹിറ്റായിരിക്കുന്ന സമയമാണ്. കറുത്ത മുണ്ടും രുദ്രാക്ഷമാലയും ചാർത്തിക്കൊണ്ടേ വരുന്നു ഞങ്ങൾ കന്നി അയ്യപ്പന്മാരാ ഞങ്ങൾ. അങ്ങനെ നല്ല ഒരു പാട്ടാണ് തുടക്കമിട്ടത്. അതിനെ പാരഡി എന്ന് പറയാൻ പറ്റത്തില്ല, അത്ര ഗംഭീരമായിട്ട് അന്ന് അത് വലിയ പുതുമയാണ്. അപ്പൊ അതിൽ തന്നെ അന്ന് മറ്റേ കാബുളിവാല ഹിറ്റായിരിക്കുന്ന സമയം, പമ്പയാറിലും ഒന്ന് മുങ്ങണം, പാപദോഷങ്ങൾ ഒന്നിനീ മാറ്റണം, ദുഃഖവും ദുരിതങ്ങളും മാറുവാൻ അയ്യനേ. അത് ഷെറീഫ് പാടിയ പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടാണ് നമ്മൾ ആദ്യം ഇട്ടത് കാസറ്റിന്റെ. പക്ഷെ ഹിറ്റായത് അതല്ല, സന്നിധാനത്തിന് വരെ വെച്ച അന്ന് നമ്മുടെ മുക്കാബല ഹിറ്റായിരിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ഹിറ്റായ പാട്ട് സ്വാമിയേ അയ്യപ്പനേ ശരണം.
സീരിയലുകൾ എത്ര എണ്ണം ഉണ്ട് രമേശ് ചേട്ടാ? സീരിയൽ മിന്നുകെട്ടാണ് ഏറ്റവും ഹിറ്റായിരുന്നത്. 1134 എപ്പിസോഡ് പോയ മിന്നുകെട്ടിലെ ഒരു ആദിത്യൻ എന്ന് ചെയ്തിരുന്നു. പിന്നെ എത്ര വർഷമായി രമേശ് ചേട്ടൻ മൊത്തം ഫീൽഡില്? ഞാനിപ്പോ മിമിക്രിയിൽ 40 വർഷമായി. എനിക്ക് 4 വയസ്സ്. 81, 83 ഞാൻ ശ്രീശങ്കര കോളേജ് കാലടിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പത്മശ്രീ ജയറാം അവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹം സെക്കൻഡ് ഇയർ. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി മത്സരിച്ചിട്ട് എനിക്ക് ഫസ്റ്റും കിട്ടി, അദ്ദേഹത്തിന് സെക്കൻഡും കിട്ടി. രമേശ് ചേട്ടന് വളരെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രമേശ് ചേട്ടൻ കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയിരുന്ന എന്തെങ്കിലും ഒരു പ്രകടനം ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാമോ? എനിക്കൊരു എൻട്രി കിട്ടിയത് 81. അന്ന് ക്യാൻസറും ലൈംഗിക രോഗങ്ങളും എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായിരുന്നു. അപ്പോൾ അതിൽ PK എബ്രഹാമാണ് പ്രധാന അധ്യാപകൻ. അപ്പൊ PK എബ്രഹാം പ്രധാന അധ്യാപകനും മലയാള സിനിമയിലെ കുറെ താരങ്ങള് വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ക്ലാസ്, ആ ഒരു ഐറ്റമാണ് എന്നെ മിമിക്രിയിൽ ഉറപ്പിച്ച് നിർത്തിയ ഒരു ഐറ്റം. അപ്പൊ അതിൽ എല്ലാ നടന്മാരുടെ ഡയലോഗ് ഒന്നും ഇപ്പൊ ഓർമ്മയില്ല. എന്നാലും PK എബ്രഹാം, പുതിയ തലമുറ അറിയില്ലായിരിക്കും PK എബ്രഹാമിനെ. ഒട്ടുമിക്ക സിനിമയിലും ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് അഭിനയിക്കുക. ശാലിനി എന്റെ കൂട്ടുകാരിയിലൊക്കെ ശോഭയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ്. അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നത് സിബിലിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്താ സുകുമാര, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു തെറ്റ് ആർക്കും സംഭവിച്ചേ, പക്ഷേ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കണ്ടായിരുന്നു. അതിന് സുകുമാരൻ ഈ രോഗമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. എന്താ പപ്പു, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അല്ലേ, ഇതിന്റെ രോഗാണുക്കൾ എങ്ങനെ ഈ ആനയുടെ അത്രയ്ക്കുണ്ട്, അത് ഈ കൊതുകിന്റെ അത്രയ്ക്ക്. എൻ്റെ പപ്പു, ഇതിൻ്റെ രോഗാണുക്കളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. വളരെയേറെ ശക്തിയേറിയ മൈക്രോസ്കോപ്പി കൂടിയേ കാണുകയുള്ളൂ. അത് ശരി, അപ്പൊ രക്ഷപ്പെട്ട്. അല്ല, എനിക്കൊരു സംശയം, ഇതെന്താ പകരുന്ന രോഗമാണോ? അതെന്താ മാളെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഈ സുകുമാരനും പപ്പുവിന്റെ ഇടയ്ക്കാണ് ഇരിക്കണേ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. എൻ്റെ മാളെ, ഇത് പകരുന്ന രോഗമാണ്, പക്ഷേ അടുത്തിരുന്നാലൊന്നും പകരില്ല. ഈ ഒരു ഐറ്റമാണ് എനിക്ക് എൻട്രി കിട്ടിയായി. പിന്നെ നമ്മുടെ ജഗതി ചേട്ടൻ്റെ ശബ്ദം എല്ലാവർക്കും കിലുക്കത്തിലെ ജഗതിയായിരിക്കും. ജഗതി എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് എന്തോന്നട ഇത്, മിന്നാമിന്നിങ്ങനെ നുറുങ്ങു വെട്ടം വലിച്ചൊന്നും ഇല്ലേ? മണ്ണെണ്ണയ്ക്ക് തീർന്നോ? അതെങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ ഗ്ലാസം വെള്ളോട് എന്തിനാ 2 ഗ്ലാസ്? ഞാനേ അണിക്കുന്നുള്ളൂ. ഞാൻ അണിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചമുണ്ടെങ്കിൽ നീ അണിച്ചാ മതി. എടാ, എച്ചി എപ്പോഴും എച്ചി തന്നെ ആയിരിക്കും, ദരിദ്രവാസി എപ്പോഴും ദരിദ്രവാസി തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് നൽകാനായിട്ട് രമേശ് ചേട്ടനെയും സാജു ചേട്ടനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. രമേശ് ചേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെസ്റ്റ് നമ്പറിന്റെ ബന്ധം തുടങ്ങുകയാണ്. എൻ്റെ പേരറിയാത്ത കാലത്ത് ചെസ്റ്റ് നമ്പറിൽ എൻ്റെ പ്രകടനം കണ്ട് വിലയിരുത്തി അതിന് മാർക്കിട്ട് ഒരു സമ്മാനം തന്ന ആളാണ് രമേശ് കുറുമശ്ശേരി ചേട്ടൻ. അതിനുശേഷം ഒരുപാട് പരിപാടികളിൽ അദ്ദേഹത്തോടൊപ്പം പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യം ഇന്ന് ഈ വേദിയിലും തുടരുന്നു എന്നുള്ളത് അതിലും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സാജു? തീർച്ചയായിട്ടും. അല്ല, നമ്മളിപ്പോൾ ഈ വേദിയിൽ ഞാൻ ചേട്ടനോട് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മളുടെയൊക്കെ ഭാഗ്യമായിട്ടാണ്. കാരണം അത്രയും ചേട്ടൻ്റെയൊക്കെ പ്രോഗ്രാം ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ അത് അനുകരിച്ചിട്ടുണ്ട് ഒത്തിരി. ഞാനൊക്കെ പ്രോഗ്രാം ചെയ്ത് വന്ന സമയത്ത് ചേട്ടൻ്റെയൊക്കെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ചേട്ടൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, പുള്ളി ചേട്ടൻ ചെയ്യുന്ന ബാലേന്ദ്ര മേനോൻ്റെ ഇത് ചെയ്ത് ചേട്ടൻ ചെയ്ത്. അപ്പോൾ ഇതുപോലെയാണെങ്കിലും ഈ ഒരു വേദിയിലാണെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പം രമേശ് ചേട്ടന് ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഭാഗ ഒരു എളിയ ഉപഹാരം. ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ അനീഷ്, ഷിബിൽ എന്നിവരാണ്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് കണ്ടെത്താം. ആദ്യമായി 2 പേരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം അനീഷ് ആൻഡ് ഷിബിൽ.
അനീഷ് കാട്ടുകട, ഷിബിൽ രണ്ടുപേരാണ് നമ്മളെ ചിരിപ്പിക്കാനായി ഇന്നിവിടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. താരതമ്യം ചെയ്യാൻ പറ്റാത്ത അവതരണ ശൈലിയും വിഷയങ്ങളും ഒക്കെ ആയിരുന്നു രണ്ടുപേരും നമുക്ക് മുന്നിൽ ഹാസ്യാത്മകമായി വിളമ്പിയത്. ഏതാണ്ട് ഒപ്പത്തൊരൊപ്പം നിൽക്കുന്ന പ്രകടനങ്ങളാണ് രണ്ട് തരത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ രണ്ടുപേരും ഇവിടെ കാഴ്ചവെച്ചത്. എങ്കിലും കുറച്ചുകൂടെ വ്യക്തവും കൃത്യവുമായി ഏറ്റവും കൂടുതൽ തമാശകൾ ഇന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് അനീഷ് കാട്ടുകടയാണ് ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷിബിലും ഒപ്പത്തിനൊപ്പം.